മാസ് മോട്ടോഴ്സ് പറഞ്ഞപ്പോൾ നമ്മുടെ ഹോണ്ട ആക്റ്റീവ പിക്കപ്പ് കുറവായിട്ടാണ് വണ്ടി വന്നത്. ഒട്ടും വലിക്കണില്ല, വണ്ടി കയറ്റം വലിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ നേരത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കാൻ നേരത്ത് സത്യാവസ്ഥയാണ്, വണ്ടി ഒരു തരി പോലും വലിക്കണില്ല. അപ്പോൾ നമുക്കത് ബെൽറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അത് നമ്മൾ അഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ബെൽറ്റിൻ്റെ അവസ്ഥ അതാണ്. അതായത് ബെൽറ്റ് ഒട്ടുമില്ല, കിടക്കണത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ തന്നെ KPL പാർട്ട് നമ്പർ തന്നെ ഒറിജിനൽ ബെൽറ്റാണ്. ഇനിയിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ബെൽറ്റ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വീതിയില്ല ഒട്ടും. ഇത് കണ്ടോ, ഞാനത് വേറൊരു ബെൽറ്റ് കാണിച്ചു തരാം. കമ്പനി വന്ന മോഡൽ ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. കണ്ടോ, ഇത്രയും വീതിയുള്ള ബെൽറ്റാണ്. അത് തേയ്മാനം വന്നിട്ട് ഇത്രയും ആയിപ്പോയേക്കാണ്. തേയ്മാനം വന്നിട്ട് ഈ കണ്ടീഷനിലേക്ക് ആയിപ്പോയതാണ്. അപ്പം ബെൽറ്റ് അങ്ങനെ തേയണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു കാരണം വേണം. നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ പുള്ളിയുടെ ഭാഗമൊക്കെ ഉണ്ടോ, അതായത് ബെൽറ്റ് വർക്ക് ചെയ്യണ ഭാഗമാണ് അതൊക്കെ. ഇത് വണ്ടി ഉപയോഗിക്കാണ്ടിരുന്ന് തുരുമ്പിട്ട് ശരിക്കും അവിടെ ഒരു അരം പോലെ വന്നേക്കാണ്, അരം പോലെ ആയേക്കാം. അപ്പോൾ അതുകൊണ്ടാണ്. കാരണം ഞാൻ റബ്ബർ ബെൽറ്റ് എന്ന് പറയുമ്പോൾ ബെൽറ്റിൻ്റെ ഫേസ് വന്നത് റബ്ബറുള്ളൂ. ആ റബ്ബറിനകത്ത് ഫ്രീ ആയിട്ട് വരുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും കട്ടിങ് ഉള്ളതുകൊണ്ട് ഈ തുരുമ്പുള്ളത് കൊണ്ട് തന്നെ അതുമൊരു റഫ്നെസ് വരും. ബെൽറ്റ് അതുമ്പോൾ ഒരയുമ്പോഴാണ് തേയ്മാനം വന്ന് പോകണത് കേട്ടോ. ഇവിടെ ആയാലും ഈ സൈഡിലായാലും മുകളിൽ ഇവിടെ ആയാലും ഒക്കെ ഉണ്ട് സംഭവം. അപ്പോൾ നിലവിൽ പിന്നീട് ഈ ഒരു കംപ്ലൈൻറ്റ് വരാതിരിക്കണമെങ്കിൽ ശരിക്കും ഈ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ശരിക്കും ചെയ്യേണ്ടത് ഈ വീലുകൾ, ഈ തുരുമ്പട്ട വീലുകൾ മാറ്റിക്കളയാന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റുമ്പോൾ അത്യാവശ്യം നമുക്ക് എക്സ്പെൻസ് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ തുരുമ്പ് ശരിക്കും തുരുമ്പുള്ള വീല് ആ ഭാഗം ശരിക്കും പോളിഷ് ചെയ്ത് കളയാം. അതിന് ശേഷം ബെൽറ്റ് മാറ്റി റീസെറ്റ് ആക്കാം. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിച്ചു, അതായത് ക്ലച്ച് ഷൂവിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഫുൾ റീസെറ്റ് ആകുന്നുണ്ട്. ഇതുമേയും ചെറുതായിട്ട് അങ്ങനെ ഉപയോഗം കുറവാണ് വണ്ടിക്ക്, അതാണ് ഈ പ്രശ്നം തന്നെ കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. തൽക്കാലം പോളിഷ് ചെയ്ത് കയറ്റാം. മാറ്റുമ്പോൾ നമുക്ക് ഏകദേശം ഈ വീലുകളൊക്കെ മാറ്റി വരുമ്പോൾ 10,000-3,500 കുറയാണ്ട് ചുരുങ്ങിയത് കുറയാണ്ട് വരും. പിന്നെ ബെൽറ്റൊക്കെ എന്തെങ്കിലും വേണം. ബെൽറ്റിന് ഏകദേശം ഒരു 500 താഴെ ബെൽറ്റ് വരും. 450-490 ഏകദേശം ആ റേഞ്ച് വരും. പിന്നെ ഈ ക്ലച്ച് സൈഡൊക്കെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. നിലവിൽ ഇതാണ് പ്രശ്നം. ഇനിയിപ്പോൾ റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വരാതിരിക്കണമെങ്കിൽ വീലുകളൊക്കെ മാറ്റണം. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, വീലുകൾ മാറ്റിയിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാനത് അതിൻ്റെ റേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എത്രയാണെന്ന് പറയാം. ബെൽറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് ബെൽറ്റ് മാത്രമുള്ള കേസ് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. പിന്നെ നമ്മളതിൻ്റെ എൻജിൻ ഓയിൽ അഴിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഓയിൽ ലെവലൊന്നും കാണില്ല കേട്ടോ, സ്റ്റിക്കിനകത്ത് കിട്ടണില്ല. അപ്പോൾ ഓയിൽ എനിക്ക് ഇടയ്ക്കും മാറ്റിയേക്കണതായിട്ടൊന്നും തോന്നണില്ല. കാരണം ഞാൻ എൻജിൻ ഓയിൽ നോക്കുമ്പോൾ കണ്ടോ ഒരു തരി പോലും ഓയിലിനകത്ത് കാണണില്ല. അപ്പോൾ എന്തായാലും ഇതിനകത്തേക്ക് ഇതിപ്പോൾ ഈ ലെവൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 300-400 മില്ലി ഓയിൽ ഒഴിക്കേണ്ടി വരും. അപ്പോൾ ആ നേരം കൊണ്ട് ഫുള്ള് അതിനകത്ത് ഉള്ളത് ഊറ്റി കളഞ്ഞിട്ട് പുതിയ ഓയിൽ ഫില്ല് ചെയ്യണതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയാം. ഞാൻ അതിൻ്റെ അനുസരിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ തരാം. അത് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്കത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.